24 റൗണ്ടപ്പിലേക്ക് വിശദമായി കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്ന് ഇന്ധനം ചോർന്ന സ്ഥലം ADM പരിശോധിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് ഇന്ധനം ചോർന്നതായി കണ്ടെത്തിയത്. ADM അനിതാകുമാരി മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധികളുടെ പ്രതികരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് നോർമലി ഈ സാധനം ലീക്ക് ആയി കഴിഞ്ഞാൽ ഓപ്പൺ മാൻഹോൾ വഴിയാണോ പോവുക, അതോ പകരം സംവിധാനം ഇതിനായിട്ട് ഒരുക്കിയിട്ടില്ലേ എന്നുള്ളതാണ്. അതെ, ശരിക്കും അത് ഞാൻ പറഞ്ഞില്ലേ, അതെന്ന് പറയുന്നത് കമ്പൈൻഡ് ഇൻസ്പെക്ഷനിൽ തീരുമാനിക്കും. ഒരു എൻ്റെ കൂടെ ഒരു ഫാക്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒരുമിച്ച് സംയുക്ത പരിശോധന നടത്തി അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടോ, ഡ്രെയിനേജ് ഉണ്ടോ, ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതായത് ഇത് ഈ സംവിധാനം പുറത്തേക്ക് വരില്ലാണോ നോർമലി പ്രൊസീജിയർ, അതല്ല അതിനുള്ളിൽ തന്നെ അതിന് മറ്റു സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. അത് അല്ല ഇവിടെ അല്ല പുതിയതായിട്ട് ഒരു ഫെസിലിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോംസ് അനുസരിച്ചിട്ട് ഒരു ഓയിൽ സെപ്പറേറ്റർ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബക്കറ്റ് ടൈപ്പ് ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓവർഫ്ലോ ചെയ്തെന്നുള്ളത് ചെക്ക് ചെയ്യും. PCB ചെക്ക് ചെയ്യും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെക്ക് ചെയ്യും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള എന്ത് നടപടി? നാളെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് കളക്ടറുമായി സംസാരിച്ച ശേഷം റിപ്പോർട്ട് ചെയ്യും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്രോളിയം പ്രോഡക്റ്റ് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏത് റേഞ്ചിലുള്ള സോഴ്സസ്, ഇഗ്നിഷൻ സോഴ്സസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം അത് കമ്പനി തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടപടികൾ എടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിയന്തര നടപടിയെടുക്കാൻ സ്ഥലം MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പെട്രോളിയം ടാങ്കിൽ നിന്നും ഡീസൽ ചോർന്നു പോകുന്നതായിട്ടാണ് വിവരം ലഭിച്ചത്. അത് വലിയ തോതിലാണുള്ളത്. ജനങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമായി അത് മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പം സംഭവ സ്ഥലത്ത് തഹസിൽദാരും ADM എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇനി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച ഒരു വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ തൽക്കാലം പരിഹരിച്ചാലും ശാശ്വതമായി അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് അടിയന്തരമായി പരിശോധിക്കേണ്ട പ്രശ്നം. അത് പരിശോധിച്ച് ആവശ്യമായ നടപടികളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന്. ഷഹദ്, നാട്ടുകാരുടെ ആശങ്ക, DYFIയുടെ പ്രതിഷേധം, ഈ ഇന്ധനം നാട്ടുകാർ ശേഖരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ ADM അനിതാകുമാരി മാനേജ്മെൻറ്റുമായി സംസാരിച്ചതിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന തീരുമാനം എന്താണ്? ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും ഒഴിവാക്കുന്നതിനു വേണ്ടി തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? റിജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഈ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 600 ലിറ്റർ ആയിട്ടാണ് ഇത് ഇന്ധനം പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ അല്പസമയം മുൻപ് ADM ഈ മാനേജ്മെന്റുമായി സംസാരിച്ച ഘട്ടത്തിൽ ഇത് ഇപ്പോൾ എത്ര ലിറ്റർ ആണ് പുറത്തേക്ക് ഒഴുകുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം ഏകദേശം 600 ലിറ്റർ എന്ന് പറയുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് ADM മാധ്യമങ്ങളുമായി സംസാരിച്ച ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ADM പറഞ്ഞിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ലിറ്റർ കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ADMനൊപ്പം മറ്റ് വിദഗ്ധ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ, സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടറോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക എത്രയും വേഗം അകറ്റുവാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശവും ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടുപുറകെയാണ് ADM അനിതാകുമാരി ഇപ്പോൾ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ADMും ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് പുറകിലായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോഴും അതായത് ഈ ഇന്ധനം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും വേഗം നിർത്തണം എന്നുള്ളതാണ്. പക്ഷേ കമ്പനി അധികൃതർ നമുക്ക് നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാരണം ഇതിന്റെ ഫോഴ്സ് നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ അകത്ത്
നിന്നും അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഓവർഫ്ലോ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഈ ഇന്ധനം പുറത്തേക്ക് പ്രധാനമായിട്ടും ഒഴുകാനുണ്ടായ കാരണം എന്നുള്ളതാണ് കമ്പനി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് 3:30 തുടങ്ങിയ ഈ ഒഴുക്ക് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു അടിയന്തര നടപടിയാണ് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം സമയം 10:30 കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇവിടുത്തെ ജനങ്ങൾ പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഈ ഇവിടുത്തെ പ്രദേശത്തെ ഈ ആശങ്ക അകറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ജനങ്ങൾ അത്രയും പ്രധാനമായിട്ടും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ചേട്ടാ, ഇപ്പം ഇവര് പറഞ്ഞതിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, അവര് പറഞ്ഞ എന്താന്ന് അവർക്ക് തന്നെ മനസ്സിലായില്ല, എന്നിട്ടല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ ഒന്നും ക്ലിയർ ആയിട്ട് ഒന്നും ഇത് പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി അല്ലാതെന്ന്. എന്നുവെച്ചാൽ സാധാരണ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിൽ തന്നെയല്ലേ അതിന്റെ ഇത് വേണ്ടേ, അത് പുറത്തേക്ക് ഒഴിച്ചു വിടലല്ലോ. ശരി, ഒരു ഓവർഫ്ലോ എന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഓവർഫ്ലോ ഉണ്ട് കഴിഞ്ഞാൽ ഇനിയും സംഭവിക്കില്ല. ഓവർഫ്ലോ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു സാധനം അവർ പറഞ്ഞിട്ടില്ല. ഇത് ഒരു ആശങ്കയല്ലേ, നിലനിൽക്കുന്ന സാധനമല്ലേ. ഇനിയും ഈ ഒരു ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഡീസലല്ല, ഇത് വെള്ളം മാറി വരേണ്ട സാധനമല്ലല്ലോ. അപ്പോൾ എന്തോ ഒരു സാധനം വർക്ക് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായതെന്ന് അവർ പറയുന്നത്. അത് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. ഇതിന് ബദലായിട്ട് ഈ നാട്ടുകാർ ഉയർത്തുന്ന ആശങ്കയ്ക്ക് കാരണവുമുണ്ട്. കാരണം ഈ ഏതാണ്ട് വൈകിട്ടോടുകൂടി തുടങ്ങിയ ഈ ഇന്ധനം പുറത്തേക്ക് ഒഴുകിയെത്തുന്ന നില അത് ഇപ്പോഴും രാത്രി ഈ സമയത്തും തുടരുന്നു എന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പരിഹരിക്കാമെന്നുള്ള മറുപടിയല്ലാതെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും കിട്ടാത്ത നിലയുമുണ്ടല്ലോ. ജനങ്ങൾ അവിടെ തുടരുന്നത് സ്വാഭാവികമാണ്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. മാനേജ്മെന്റ് അത് സംബന്ധിച്ച് ഈ പ്രശ്നപരിഹാരം സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ? ഇന്ന് ഇത്ര മണിക്കൂറുകൾക്കകം അത് പരിഹരിക്കാമെന്നോ മറ്റോ? രജിത്ത്, അങ്ങനെ ഒരു ഉറപ്പ് നിലവിലെ സാഹചര്യത്തിൽ മാനേജ്മെന്റിന് നൽകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവരുമായി സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചതും ഒരേ കാര്യമാണ്. കാരണം ഈ ഓവർഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്കരിക്കാൻ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം സ്വാഭാവികമായിട്ടും അതിനകത്ത് തന്നെ വേണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിവിടെ ഇല്ല, അത് പുറത്തേക്ക് പരന്നൊഴുകുകയാണ്. ആ ചോദ്യം നമ്മൾ ആവർത്തിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനൊരു ബദൽ സംവിധാനം ഇല്ലേ എന്നുള്ളൊരു കാര്യം. പക്ഷേ അതിനെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ ചില ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞും ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞും കൃത്യമായി ഉത്തരം നൽകാതെയുമാണ് ഉദ്യോഗസ്ഥർ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമല്ല. അതൊരു പക്ഷേ നാളെ രാവിലെ കൂടുതൽ പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ നിന്ന് ആളുകൾ ഇത്തരത്തിൽ അത് ചെറിയ ബോട്ടിലുകൾ ശേഖരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഇവിടെ എത്തുന്നത് ഏകദേശം 7 മണിയോട് കൂടിയിട്ടാണ്. ആ ഘട്ടത്തിലും ഇവിടെ ബാരലുകളിൽ ഇത്തരത്തിൽ ഈ ഡീസൽ കോരി എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 10:30 മണിക്കാണ്. അപ്പോൾ ഇപ്പോഴും അതിന് സമീപത്ത്, അതായത് നമ്മൾ നിൽക്കുന്നതിന് ഈ ഇടത്തെ ഭാഗത്തായിട്ട് ഇപ്പോഴും വലിയ രീതിയിൽ ഈ കമ്പനിയുടെ അകത്തു നിന്നും ഇത്തരത്തിൽ ഡീസൽ പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നിലവിൽ എന്തായാലും ആശങ്കയ്ക്ക് ഇടയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് കിണറുകളിലേക്കും അതുപോലെ തന്നെ വീടിന്റെ മറ്റ് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന കിണറുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം അതിലേക്ക് ഒഴുകുക എന്നത് സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ചേട്ടാ, ഇപ്പം ഈ പ്രദേശത്തുകാരനാണോ? റെയിലപ്പുറമാണ്. ഇത് കേട്ടറിഞ്ഞിട്ട് വന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒരു 2-3-4-5 മാസം മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? കുറച്ച് മുമ്പ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ സമരമൊക്കെ ഉണ്ടായിരുന്നു. എന്താ നിലവിൽ നിങ്ങൾ ഇവിടെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഇവിടെ 3:30 തൊട്ടിട്ട് ഇവിടെ ഈ സമയം 10:30 വരെയുള്ള സമയത്ത് ഇവിടെ ഈ ഡീസൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ ടെക്നിക്കലായിട്ടുള്ള ആളുകൾ ഇവർ ടെക്നിക്കലായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള സംസാരവും ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് ഏത് തരത്തിൽ ചോദിച്ചാലും അവർ ടെക്നിക്കലായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ആ ടെക്നിക്കലായ ഭാഷ സാധാരണക്കാരായുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അത് അവർ കൃത്യമായി അവരുടെ കാര്യങ്ങൾ, അവരുടെ ടാങ്കുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നത്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ, അതിനെപ്പറ്റി ഷാദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് എലത്തൂരിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്ന് ഇന്ധനം ചോർന്ന് പുറത്തേക്ക് ഒഴുകുന്ന നിലയുണ്ടായത്. ഇപ്പോഴും ഏതാണ്ട് ഒരു 3:30 തുടങ്ങിയതാണ്. ഇപ്പോഴും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അധികൃതർ കൃത്യമായ ഉത്തരം നൽകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 24 റൗണ്ട് അപ്പിലേക്ക് വീണ്ടും. സാങ്കേതിക തകരാർ മൂലം അതിവേഗ ട്രെയിൻ വന്ദേ ഭാരതിലെ യാത്രക്കാർ ട്രാക്കിൽ കിടന്നത് 3 മണിക്കൂറോളം. ഇലക്ട്രോണിക് തകരാർ എന്നാണ് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം. വന്ദേ ഭാരത് പണിമുടക്കിയത് മൂലം മറ്റ് ട്രെയിനുകളും വൈകി.
വൈകിട്ട് 5:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടർന്ന വന്ദേ ഭാരത് 5 മിനിറ്റിന് മുൻപേ നിശ്ചലമായി. സാങ്കേതിക കാരണമെന്നും ഉടൻ പുറപ്പെടുമെന്നും യാത്രക്കാർക്ക് മുന്നറിയിപ്പ്. പിന്നെ അനന്തമായ കാത്തിരിപ്പ്. ട്രെയിനിന്റെ വാതിലുകൾ പോലും തുറക്കാനാകാതെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. ഞാൻ ആദ്യമായിട്ട് ഒരു യാത്ര ഇതിൽ കയറിയതാ. പക്ഷെ അത് 100% വന്ദേ ഭാരത് യാത്ര ഫയലായെന്നാണ് ബോധ്യപ്പെട്ടത്. ഞാൻ കണ്ടുവരുന്ന കാര്യം ഞാൻ എറണാകുളത്തേക്കാണ്. പെട്ടെന്ന് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്ദേ ഭാരതിൽ കയറിയത്. ഇവിടെ ഏകദേശം 3-3.5 മണിക്കൂറോളായി നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ്. 7:30 വന്ദേ ഭാരത് മറ്റൊരു എഞ്ചിൻ എത്തിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീക്കി. അവിടെയും മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. 3 മണിക്കൂറായി. എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു? എറണാകുളം പോകണം. വ്യക്തമായ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നുമില്ല. ലാസ്റ്റ് ഇൻ്റർസിറ്റിയിൽ നിന്ന് ഓടി അവിടേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല, അത്രയും ടൈറ്റാണ് ഇൻ്റർസിറ്റി. അപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് വീണ്ടും ഇത് പോകുന്നുണ്ടെന്ന്. തിരിച്ചിവിടെ വന്നു. ഒടുവിൽ 8:45 ട്രെയിൻ തിരുവനന്തപുരത്തേക്ക്. 700 യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് മറ്റു ട്രെയിനുകളെയും ബാധിച്ചു. എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസും ഷൊർണൂർ സ്പെഷ്യൽ മെമുവും കണ്ണൂർ എക്സിക്യൂട്ടീവും മണിക്കൂറുകളോളം പിടിച്ചിട്ടു. സംഭവത്തിൽ റെയിൽവേ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്. 24 ബിഗ് ഇമ്പാക്ട്. നഴ്സിംഗ് കോളേജുകളിലെ സീറ്റ് അട്ടിമറിയിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് വീണ ജോർജ് 24നോട് പറഞ്ഞു. അതിൽ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മെറിറ്റ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിൽ സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് സമഗ്രമായിട്ട് പരിശോധിക്കുന്നു. സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? സർക്കാർ അനുവദിച്ച സീറ്റുകളാണോ? അതോടൊപ്പം ഇതിൽ മെറിറ്റ്, ഈ പറഞ്ഞതുപോലെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് അതാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക. കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിൽ നഴ്സിംഗ് പ്രവേശനത്തിൽ മെറിറ്റ് അട്ടിമറിക്കാൻ നടന്നത് വൻ ഗൂഢാലോചന. മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയത് തെളിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് നടപടിയെടുത്തില്ല. 24 വാർത്ത പുറത്തുവിട്ട ശേഷമാണ് മെറിറ്റ് അട്ടിമറിച്ചു എന്ന വിവരം അറിഞ്ഞതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗം പറഞ്ഞു. ഈ റിപ്പോർട്ടിലേക്ക് എത്താം. ഇപ്പോൾ ശബരിമലയിൽ ഹരിവരാസനം പാടി നടയടയ്ക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ.
പൂർത്തിയാവുകയാണ്. ഹരിവരാസനം പാടി നടയടയ്ക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനം. ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. റൗണ്ടപ്പിലേക്ക് വീണ്ടും നേരത്തെ സന്നിധാനത്തെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയത് കാരണം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിൽ നഴ്സിംഗ് പ്രവേശനത്തിൽ മെറിറ്റ് അട്ടിമറിക്കാൻ നടന്നത് വൻ ഗൂഢാലോചനയാണ്. മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയത് തെളിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് നടപടിയെടുത്തില്ല. 24 വാർത്ത പുറത്തുവിട്ട ശേഷമാണ് മെറിറ്റ് അട്ടിമറിച്ചു എന്ന വിവരം അറിഞ്ഞതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗം പറഞ്ഞു. സ്വകാര്യ നഴ്സിംഗ് കോളേജായ മേഴ്സി കോളേജിന് 30 BSc സീറ്റ് അനുവദിക്കാൻ സർക്കാർ നടത്തിയത് ദുരൂഹ നീക്കം. നവംബർ 30 നഴ്സിംഗ് അഡ്മിഷൻ അവസാനിക്കാനിരിക്കെ 27 രാത്രിയാണ് നഴ്സിംഗ് കൗൺസിൽ കോളേജിന് സീറ്റ് അനുവദിച്ചത്. ഇതിൽ 15 സീറ്റിൽ മെറിറ്റിൽ അഡ്മിഷൻ നടത്തേണ്ടത് സർക്കാരാണ്. ഇതിനായി സർക്കാർ LBSന് ഈ പട്ടിക കൈമാറണം. നഴ്സിംഗ് അഡ്മിഷൻ അവസാനിച്ച 30 ശേഷവും പക്ഷേ LBSന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. മാനേജ്മെന്റ് മുഴുവൻ സീറ്റിലും സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തുകയും ചെയ്തു. ഇപ്പോഴാണ് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗം ഉഷ. ഇപ്പൊ നിങ്ങളുടെ ന്യൂസ് വരുന്നത് വരെ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയില്ല. അത് മേഴ്സിയിൽ ഇങ്ങനെ അഡ്മിഷൻ നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദീകരണം തരണമെങ്കിൽ നമുക്കിത് പരിശോധിക്കേണ്ടി വരും. അന്വേഷണം ആവശ്യപ്പെട്ട് KSUവും മുസ്ലിം ലീഗും രംഗത്തെത്തി. അതായത് വലിയ ഗൂഢാലോചനയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സർക്കാർ അറിയാതെ ഈ വിഷയം സംഭവിക്കത്തില്ല. നാളുകളിൽ നിയമത്തിൻ്റേതായിട്ടുള്ള നൂലാമാലകളിലേക്ക് ഈ 30 കുട്ടികളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരുടെ ഭാവി തുലാസിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. UDF യോഗം ചേർന്ന് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് MK മുനീർ. പ്രതിപക്ഷം അതിശക്തമായി ഈ വിഷയം ഉയർത്തും. അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടും. അത് ഏത് രീതിയിലുള്ള അന്വേഷണമാണെന്നുള്ളത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കും. വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ സർക്കാർ മുഴുവൻ സീറ്റിലും മെറിറ്റിൽ അഡ്മിഷൻ നടത്താനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഈ നിർദ്ദേശം അട്ടിമറിച്ച് 22 സീറ്റ് മാനേജ്മെന്റ് നൽകുകയായിരുന്നു. മെറിറ്റ് അട്ടിമറിയുടെ വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് മൗനത്തിലാണ്. ആരുടെ സമ്മർദ്ദഫലമായാണ് മെറിറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റിന് സർക്കാർ ഒത്താശ നൽകിയത്? ഉത്തരം പറയേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ഉമേഷ് പാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്ര തീരുമാനം ഉടൻ. 24 MPമാർ ഒപ്പിട്ട നിവേദനം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കൈമാറി. നാളെ വൈകിട്ട് തീരുമാനമെന്ന് അമിത്ഷാ അറിയിച്ചതായി MPമാർ. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനെന്ന് രാജ്യസഭയിലെ ചോദ്യത്തിന് കേന്ദ്രത്തിന്റെ മറുപടി. വൈകിട്ട് 4 മണിയോടെ പാർലമെന്റിൽ വെച്ചാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. പ്രിയങ്ക ഗാന്ധി അടക്കം രാജ്യസഭയിലെയും ലോക്സഭയിലെയും 24 MPമാരാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയത്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും 2221 കോടി രൂപയുടെ പാക്കേജ് വേണമെന്നും MPമാർ ആവശ്യപ്പെട്ടു. പരിശോധിച്ച ശേഷം അടുത്ത ദിവസം മറുപടി നൽകാമെന്ന് അമിത്ഷാ MPമാർക്ക് ഉറപ്പു നൽകി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ അതിന്റെ ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ വിശദീകരിച്ചതും പ്രിയങ്ക ഗാന്ധി വധരയാണ്. ഞങ്ങൾ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയതായി കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കി. പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും ആവശ്യമായ ലോജിസ്റ്റിക്സും സാമ്പത്തിക പിന്തുണയും നൽകുക മാത്രമാണ് കേന്ദ്രത്തിന്റെ ചുമതലയെന്നും രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് മറുപടി നൽകി. 24, ഡൽഹി. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പുനരധിവാസം ചർച്ച ചെയ്യാനുള്ള ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രദേശം വാസയോഗ്യമാണോ എന്ന് കണ്ടെത്താനുള്ള NIT സംഘത്തിന്റെ പഠന റിപ്പോർട്ട് ജനുവരിയിൽ സമർപ്പിക്കും. 49.60 കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ സംഘർഷബാധിത പ്രദേശമായ സംഭലിലേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഗാസിപൂർ അതിർത്തിയിൽ തടഞ്ഞ് പോലീസ്. യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ രാഹുൽ ഗാന്ധി ഡൽഹിക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവ് എന്ന അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു.
രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചതോടെ തന്നെ ഗാസിപൂർ അതിർത്തി രാവിലെ മുതൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചു. സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു UP സർക്കാർ. ജൻപത്തിലെ വസതിയിൽ നിന്ന് 10 മണിയോടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിലേക്ക്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, UP PCC അധ്യക്ഷൻ അജയ് റായ്, കോൺഗ്രസ് MPമാർ തുടങ്ങിയവർ സംഘത്തിൽ. ഗാസിപൂരിലെത്തിയ സംഘത്തെ UP പോലീസ് തടഞ്ഞു. സന്ദർശനം മാറ്റിവെക്കണമെന്നാവശ്യം. പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകരെത്തി. അനുമതി കാത്ത് വാഹനവ്യൂഹം 2 മണിക്കൂറോളം ഗാസിപൂർ അതിർത്തിയിൽ. പിന്നാലെ ഭരണഘടന ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ അവകാശം ലംഘിക്കപ്പെട്ടു. ഭരണഘടനാ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി. संभल जाने की कोशिश कर रहे हैं, पुलिस मना कर रही है, अलाउ नहीं कर रही है. एज LOP मेरा अधिकार बनता है कि मैं जा सकता हूं, मगर तब भी वो मुझे रोक रहे हैं. ഒറ്റയ്ക്ക് പോകാൻ തയ്യാറായിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ അതിനും പോലീസ് അനുവദിച്ചില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. पुलिस वालों के पास कोई जवाब नहीं है. शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते, तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है UP में. സംഭലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞത് ലോക്സഭയിൽ കോൺഗ്രസ് ഉന്നയിച്ചു. ഗാസിപൂർ അതിർത്തിയിൽ രാഹുലിനെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം തടഞ്ഞതോടെ സംഭൽ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാവുകയാണ്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ സംഭലിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്നാണ് UP സർക്കാരിന്റെ നിലപാട്. ഗാസിപൂരിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അമൃത്സറിലെ സുവർണക്ഷേത്ര കവാടത്തിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. അക്രമി ഖാലിസ്ഥാൻ സംഘടനയായ ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൗരിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. സുരക്ഷാ വീഴ്ചയിൽ പഞ്ചാബ് സർക്കാരിനെതിരെ വിമർശനവുമായി അകാലിദൾ രംഗത്തെത്തി. തലനാരിഴയ്ക്കാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ സുവർണക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വെച്ചായിരുന്നു വധശ്രമം. സമീപത്തേക്ക് നടന്നെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. ബാദലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ കീഴ്പ്പെടുത്തി. ക്ഷേത്രകവാടത്തിന്റെ ചുവരിലാണ് 2 വെടിയുണ്ടകളും പതിച്ചത്. ഖാലിസ്ഥാൻ സംഘടന ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൗരിയാണ് അക്രമിയെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അക്രമിക്കെതിരെ UAPA കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തയ്യാറെടുപ്പുകളോടെയാണ് അക്രമി എത്തിയതെന്ന് പോലീസ്. ਸਾਡੀ ਪੁਲਿਸ ਦੀ ਜਿਹੜੀ ਅਲਰਟਨੈਸ ਹੈ ਔਰ ਜਿਹੜੀ ਡਿਪਲੋਇਮੈਂਟ ਸੀ ਉਹਦੇ ਕਰਕੇ ਇਹ ਸਾਰਾ ਜਿਹੜਾ ਅਟੈਕ ਕੀਤਾ ਗਿਆ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਗਈ ਅਟੈਕ ਦੀ ਉਹਨੂੰ ਫਾਇਲ ਕੀਤਾ ਗਿਆ. ਸਾਡੇ ਮੁਲਾਜ਼ਮ ਰਿਸ਼ਪਾਲ ਸਿੰਘ, ਜਸਬੀਰ ਤੇ ਪਰਮਿੰਦਰ ਇਹ 3 ਬੰਦਿਆਂ ਨੇ ਬੜਾ ਅਲਰਟਨੈਸ ਦਾ ਸਬੂਤ ਦਿੱਤਾ. അക്രമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നാലെ ബാദലിന്റെ ഭാര്യയും SADയുടെ MPയുമായ ഹർസിമ്രത് കൗർ സുവർണക്ഷേത്രത്തിലെത്തി. വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും ആം ആദ്മി സർക്കാർ മറുപടി പറയണമെന്നും അകാലിദൾ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ കോൺഗ്രസ് അപലപിച്ചു. മുൻ അകാലിദൾ സർക്കാർ മതപരമായ കുറ്റം ചെയ്തതായി കണ്ടെത്തി സിഖ് മത കോടതിയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയനുസരിച്ച് സുവർണക്ഷേത്രത്തിൽ കാവൽ ശുചീകരണ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ സുഖ്ബീർ സിംഗ് ബാദലും സഹപ്രവർത്തകരും. 24 ഡൽഹി. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. BJP നിയമസഭാ കക്ഷിയോഗം ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. അജിത് പവാറും ഏകനാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൻ ഭൂരിപക്ഷത്തിൽ അധികാരമുറപ്പിച്ച് 11ാം ദിനം ഒടുവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരെന്ന് BJP പ്രഖ്യാപിച്ചു. കേന്ദ്ര നിരീക്ഷകരായ വിജയ് റൂപാണി, നിർമ്മല സീതാരാമൻ എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഫട്നാവിസിന്റെ പേര് ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. 2019 48 മണിക്കൂർ മുഖ്യമന്ത്രിയെ ഇരുന്നതുകൂടി പരിഗണിച്ചാൽ ഫട്നാവിസിന് ഇത് 3ാം ടേം. ഫട്നാവിസ് മറാഠ സമുദായത്തിൽ നിന്നുള്ള ആളല്ലെന്ന് ചൂണ്ടിക്കാട്ടി ശിവസേന എതിർപ്പ് ഉയർത്തിയിരുന്നെങ്കിലും ഒടുവിൽ വഴങ്ങേണ്ടി വരികയായിരുന്നു. നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്നും തുടർച്ചയായി 4ാം ജയം നേടിയാണ് ഫട്നാവിസ് നിയമസഭയിലേക്ക് എത്തുന്നത്.
അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങിയ ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകും. ഒപ്പം അജിത് പവാറും. ഗവർണർ CP രാധാകൃഷ്ണൻ മഹായുതി നേതാക്കളെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചു. നേതാക്കൾ 3 പേരും മാധ്യമങ്ങളെ കണ്ടെങ്കിലും വകുപ്പുകളുടെ കാര്യത്തിൽ മനസ്സ് തുറന്നില്ല. നാളെ വൈകിട്ട് 5:30 മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. 40,000 പേർക്കാണ് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. അവസാന നിമിഷം വരെ നീണ്ടുനിന്ന സസ്പെൻസ് ഒരു സർപ്രൈസ് എൻട്രിക്ക് വേണ്ടിയാണോ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇനി സ്ഥാനമില്ല. അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരായി സർക്കാരിലുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് അല്ലാതെ മറ്റൊരു കരുത്തൻ്റെ പേര് BJPക്ക് നിർദ്ദേശിക്കാനില്ല. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗരനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള PSLV ദൗത്യം വിക്ഷേപണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാറ്റിവെച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4:08 പോബ്ര-3 ഉപഗ്രഹങ്ങളുമായി പുറപ്പെടേണ്ടിയിരുന്ന PSLV C-59 ദൗത്യമാണ് മാറ്റിവെച്ചത്. പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണം. നാളെ വൈകിട്ട് 4:12 വിക്ഷേപണം നടത്തുമെന്ന് ISRO അറിയിച്ചു. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ഇരട്ട ഉപഗ്രഹങ്ങളാണ് ദൗത്യത്തിലുള്ളത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവലയത്തെപ്പറ്റി ഉപഗ്രഹം സൂക്ഷ്മമായി പഠിക്കും. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ്. ജീവനക്കാരുടെ പെർഫോമൻസ് വിലയിരുത്തുമെന്നും നിയമനത്തിന് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശിശുക്ഷേമ സമിതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു. 2.5 വയസ്സുകാരിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ആരോഗ്യവകുപ്പിന്റെ ശക്തമായ നടപടിയുണ്ടാകും. ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കും. ജീവനക്കാരുടെ പെർഫോമൻസും കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റവും വിലയിരുത്തുമെന്നും ആരോഗ്യമന്ത്രി. കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് ഇതറിഞ്ഞപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലുള്ളവർ കൂടി അവരുടെ കൂടി ഒരു പെർഫോമൻസ്, അതിന്റെ ആ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഭിരുചിയുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള സമീപനമുണ്ട്, അവരുടെ ഇഷ്ടമുണ്ട്, ഈ ഒരു സേവനത്തോടുള്ള അവരുടെ ഒരു അർപ്പണമുണ്ട്. ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തുടർച്ച തീരുമാനിക്കേണ്ടതാണ്. ശിശുക്ഷേമ സമിതിയിൽ ആയമാർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് സ്ഥിരം സംഭവമെന്ന് മുൻ ജീവനക്കാരി 24നോട് പറഞ്ഞു. ഞാൻ അവിടെ 3-4 വർഷം കൊണ്ട് ഞാൻ അവിടെ ജോലിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ CWC അവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, സാറിനെയും കുറ്റം പറയുന്നില്ല, ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അവിടെ കുറ്റക്കാരായത് ഈ അമ്മമാരാണ്. ഇത് കംപ്ലീറ്റും ചെയ്യുന്നത് അമ്മമാരാണ്. കരാറടിസ്ഥാനത്തിൽ ജോലി നോക്കുന്ന എല്ലാ ആയമാർക്കും കൗൺസിലിംഗും പരിശീലനവും നൽകാനാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം. പുതിയ തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കും. സംഭവത്തിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളും റിമാൻഡിലാണ്. ഇവർക്ക് വേണ്ടി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് മറുപടി നൽകണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ശിശു സംരക്ഷണ സമിതിക്കും നൽകിയ നിർദ്ദേശം. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചുള്ള ആന എഴുന്നള്ളിപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മതത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് മാർഗനിർദ്ദേശങ്ങളെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതിയലക്ഷ്യ നടപടിയെടുക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ദേവസ്വം ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തൃക്കേട്ട് ദിനത്തിൽ എഴുന്നള്ളിപ്പ് നടന്നതെന്നായിരുന്നു ജില്ലാ കളക്ടർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. വനം വകുപ്പിന്റെ നിർദ്ദേശം ദേവസ്വം ഓഫീസർ പാലിച്ചില്ലെന്നും കേസെടുത്തതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. തുടർന്നാണ് ദേവസ്വം ഓഫീസർ വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാനും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. കോടതിയോട് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ക്ഷേത്രം ഭാരവാഹികൾ ചെയ്തതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. മഴ വന്നപ്പോഴാണ് 15 ആനകളെയും ആനക്കൊട്ടിലേക്ക് മാറ്റി അകലമില്ലാതെ നിർത്തിയതെന്ന വിശദീകരണം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. മേൽക്കൂരയുള്ള സ്ഥലം കുറവാണെങ്കിൽ ആനകളെ കുറയ്ക്കുകയാണ് വേണ്ടത്. ആനകളെ എഴുന്നള്ളിക്കാൻ നൽകിയ അനുമതി പിൻവലിക്കാനും കഴിയുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളിപ്പെന്ന് ഉറപ്പുവരുത്താനും ലംഘിച്ചാൽ കർശന നടപടിയെടുക്കാനും
ഓൺലൈനിൽ ഹാജരായ ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി. 24 കൊച്ചി. UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും UR പ്രദീപ് ദൃഢപ്രതിജ്ഞയുമാണ് ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് സ്പീക്കറിൽ നിന്ന് നീല ട്രോളി ബാഗ് ഉപഹാരമായി ലഭിച്ചത് കൗതുകമായി. ഉച്ചയ്ക്ക് 12 മണിക്ക് നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചിലായിരുന്നു പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം ചേലക്കരയിൽ നിന്ന് ജയിച്ച UR പ്രദീപാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാമതായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യവാചകം ചൊല്ലി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്പീക്കർ നീല ട്രോളി ബാഗ് സമ്മാനിച്ചത് ട്രോളിന് വകയായി. പുതിയ MLA-മാർക്ക് നിയമസഭാ മാനുവലും ചട്ടങ്ങളും അടങ്ങുന്ന ബാഗ് സമ്മാനിക്കുന്ന പതിവുണ്ട്. ഇത്തവണ അത് നീല ട്രോളി ബാഗായി പോയത് യാദൃശ്ചികമാണെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടീകോമിന് കൈമാറിയ ഭൂമി തിരിച്ചെടുക്കും. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് ടീകോം അറിയിച്ച പശ്ചാത്തലത്തിലാണ് കൈമാറിയ 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കുന്നത്. സർക്കാരിനും ടീകോമിനും സ്വീകാര്യമായ രീതിയിലാകും ഭൂമി തിരിച്ചെടുക്കുക. ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യും. ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്ററെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തിരിച്ചെടുക്കുന്ന ഭൂമി മറ്റ് വികസനാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അറിയിച്ചു. കേരളത്തിലേറെ രാഷ്ട്രീയ വിവാദമായി മാറിയ പദ്ധതിയാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ ബമ്പർ 1ാം സമ്മാനം കൊല്ലത്ത് വിറ്റ ടിക്കറ്റിന്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്ന് സബ് ഏജന്റ് ദിനേശ് കുമാർ എടുത്ത ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. 12 കോടി രൂപയുടെ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. JC 325526 എന്ന ടിക്കറ്റിനാണ് 1ാം സമ്മാനം. 12 കോടിയുടെ 1ാം സമ്മാന ടിക്കറ്റ് യാത്ര തുടങ്ങുന്നത് കായംകുളം ലോട്ടറി സബ് ഓഫീസിൽ നിന്ന്. ലയ S. വിജയൻ എന്ന ഏജന്റ് കച്ചവടത്തിനായി വാങ്ങിയതാണ് ടിക്കറ്റ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ ആ ടിക്കറ്റ് വിറ്റു. സബ് ഏജന്റ് ദിനേശ് കുമാറാണ് ടിക്കറ്റ് വാങ്ങിയത്. ഭാഗ്യശാലി ആരെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കായംകുളം ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റാണ്. അത് വിറ്റത് ഈ കടയിലാണ്. നമ്മുടെ ജയകുമാർ ലോട്ടറി സെന്ററിന്റെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള ഈ കടയിൽ കൂടെയാണ് നമ്മൾ ആ ഭാഗ്യം വിറ്റത്. 1ാം സമ്മാനം ലഭിച്ച ടിക്കറ്റിലെ അതേ നമ്പറിലെ 4 സീരീസിനും 1 ലക്ഷം രൂപ സമാശ്വാസ സമ്മാനം ലഭിക്കും. 2ാം സമ്മാനം 5 സീരീസുകളിലെയും ഓരോ ടിക്കറ്റിന് 1 കോടി രൂപ വീതം. JA 378749, JB 939547, JC 616613, JD 211004, JE 584418 എന്നീ ടിക്കറ്റുകൾക്കാണ് 2ാം സമ്മാനം ലഭിച്ചത്. ഒരു സീരീസിലെ 2 ടിക്കറ്റുകൾ വെച്ച് 10 പേർക്ക് 3ാം സമ്മാനം 10 ലക്ഷം രൂപ വീതം ലഭിക്കും. 39.56 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിച്ചത്. 24 തിരുവനന്തപുരം. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി അനുമതി നൽകി. കുന്നംകുളം JFCM കോടതിയാകും രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ പിടിച്ചുലച്ച് 24-ലൂടെ മുൻ BJP ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നിർണായക നീക്കം. തിരൂർ സതീഷ് പോലീസിന് നൽകിയ വിവരങ്ങൾ രഹസ്യമൊഴിയായി കോടതിയിലേക്ക് രേഖപ്പെടുത്താനാണ് അനുമതി നൽകിയത്. ചില ഉന്നത നേതാക്കൾക്ക് കള്ളപ്പണ ഇടപാടിലെ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകളടക്കം തിരൂർ സതീഷ് നൽകിയിരുന്നു. ഇതോടെ തൃശൂർ CJM കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷയിൽ കോടതി അനുമതി നൽകുകയായിരുന്നു. കുന്നംകുളം JFCM കോടതിയാണ് തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നുവെന്നും അതിനു മുൻപ് BJP ഓഫീസിൽ 9 കോടി രൂപ എത്തിച്ചുവെന്നുമായിരുന്നു തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തൽ.
24 തൃശൂർ. 24 അന്വേഷണ പരമ്പര വഴിമുട്ടിയോ ലൈഫ്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാനമായ ലൈഫ് ഭവന പദ്ധതി വൻ പ്രതിസന്ധിയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാത്തത് മൂലം വീടുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്ക് ഭീഷണിയായിരിക്കുന്നത്. വേഗത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വീടിനു വേണ്ടിയുള്ള പാവപ്പെട്ടവരുടെ കാത്തിരിപ്പ് ഇനിയും നീളും. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി 29-ന് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. പദ്ധതി പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ പക്ഷേ വെളിവാക്കപ്പെട്ടത് പദ്ധതിക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളായിരുന്നു. ഇങ്ങനെ പോയാൽ ഈ വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് യോഗത്തിൽ ഉയർന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം 1 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം. മുൻവർഷം പ്രഖ്യാപിച്ച 1,52,000 വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് നടപ്പുവർഷം നിർമ്മാണ കരാർ ഉണ്ടാക്കിയത് 26,600 വീടുകൾ മാത്രം. ആകെ 1,26,652 വീടുകളാണ് ഈ വർഷം പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസം മാത്രമുള്ളപ്പോൾ പൂർത്തിയായത് വെറും 19,884 വീടുകൾ മാത്രം. ലൈഫ് പദ്ധതി വഴിമുട്ടി നിൽക്കുന്നതിന് വേറെ തെളിവ് വേണ്ട. എന്താണ് പദ്ധതി ഇങ്ങനെ ഇഴയാൻ കാരണം? പദ്ധതി വഴിമുട്ടാൻ 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം നൽകുന്നില്ല. സർക്കാരിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് ലഭിക്കാത്തതാണ് കാരണം. 2 ദിവസം മുമ്പ് വികസന ഫണ്ട് അനുവദിച്ചെങ്കിലും വിതരണമായിട്ടില്ല. എന്നാൽ വികസന ഫണ്ടിൻ്റെ 20% ഭവന പദ്ധതികൾക്കുള്ളൂ. വീടുകൾക്കുള്ള പണം പൂർണ്ണമായി നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ വായ്പാ വിഹിതത്തിൽ 294.34 കോടി രൂപ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിർമ്മാണ പുരോഗതിയിലുള്ള 1,06,762 വീടുകൾ പൂർത്തിയാക്കണമെങ്കിൽ 700 കോടി രൂപ അടിയന്തരമായി ലഭ്യമാക്കണം. ഇതാണ് ലൈഫ് പദ്ധതി വഴിമുട്ടി നിൽക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം. സംസ്ഥാന പ്ലാനിൽ നിന്ന് ലൈഫ് മിഷൻ നൽകേണ്ട മുഴുവൻ തുകയും നൽകാത്തതാണ് പദ്ധതിക്ക് മുന്നിലുള്ള മൂന്നാമത്തെ തടസ്സം. നടപ്പുവർഷം പദ്ധതി പൂർത്തിയാക്കാൻ 500 കോടി രൂപയാണ് ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടത്. വകയിരുത്തിയത് 200 കോടി രൂപ മാത്രം. അതിൽ നിന്ന് അനുവദിച്ചാകട്ടെ വെറും 50 കോടി രൂപ. 200 കോടി രൂപയില്ലാതെ പദ്ധതി പൂർത്തിയാക്കില്ലെന്നാണ് ലൈഫ് മിഷന്റെ നിലപാട്. ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാത്തതിനും ലൈഫ് മിഷന് വായ്പ എടുക്കാൻ കഴിയാത്തതിനുമെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ: സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉദാസീനത തുടർന്നാൽ പാവപ്പെട്ടവൻ്റെ വീടെന്ന സ്വപ്നമാണ് ഇല്ലാതാകാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം ആർ ശ്രീജിത്ത്, 24. വാർത്തകളിലേക്ക് വീണ്ടും. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ആയുഷിന്റെയും ദേവനന്ദന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ആലപ്പുഴ കാവാലത്തെ കുടുംബ വീട്ടിലായിരുന്നു ആയുഷിന്റെ സംസ്കാരം. ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ഏറ്റവും അടിയിൽ കിടക്കുന്ന ഇല കൂട്ടി നേരെ ഒന്ന് പിടിക്കുമ്പോൾ അന്ത്യചുംബനം നൽകി ജീവന് തുല്യം സ്നേഹിച്ച മക്കളെ യാത്രയാക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ നെഞ്ചു പിടയുന്നത് കണ്ടു നിന്നവരുടെയും കണ്ണുകൾ നിറച്ചു. സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി കൂട്ടുകാർക്കൊപ്പം ദേവനന്ദനും ആയുഷും യാത്രയായി. കാവാലത്തെ കുടുംബ വീട്ടിൽ 10:30 കൂടിയായിരുന്നു ആയുഷിന്റെ സംസ്കാരം നടന്നത്. പിതൃ സഹോദരന്റെ മകനായിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയത്. സുഹൃത്തുക്കളും സഹപാഠികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്കെത്തി. ഇൻഡോറിലായിരുന്ന മാതാപിതാക്കളും സഹോദരിയും വിവരമറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന മറ്റക്കരയിലെ തറവാട് വീടിന്റെ വളപ്പിലായിരുന്നു ദേവനന്ദിന് ചിതയൊരുക്കിയത്. പിതൃ സഹോദരന്റെ മക്കളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലപ്പുറത്തായിരുന്ന മാതാപിതാക്കൾ അപകട വാർത്ത അറിഞ്ഞ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ദേവനന്ദിനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. അപകടത്തിൽ മരിച്ച മറ്റു 3 വിദ്യാർത്ഥികളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നിരുന്നു. 24 കോട്ടയം.
ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കാറുടമ ഷാമിൽ ഖാനെതിരെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ്. റെന്റ് കാർ ലൈസൻസും പെർമിറ്റുമില്ലാതെ നിയമവിരുദ്ധമായാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയത് എന്നാണ് കണ്ടെത്തൽ. ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഉടൻ കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപാകെ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വാഹനത്തിന്റെ കാലപ്പഴക്കമാണ്. ആന്റി ബ്രേക്കിംഗ് ലോക്ക് സിസ്റ്റം ഇല്ലാത്ത വാഹനമായതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്തതിനു ശേഷവും കാർ ഇത്രയുമധികം റോഡിൽ നിന്ന് എതിർദിശയിലേക്ക് തെന്നിമാറാൻ കാരണം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപിൽ വാഹനത്തിന്റെ രേഖകളുമായി ഉടമ ഷാമിൽ ഖാൻ ഹാജരായി. വാടകയ്ക്കല്ല, മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥിയുമായുള്ള സൗഹൃദത്തെ തുടർന്നാണ് വാഹനം നൽകിയതെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കാർ ഉടമ. എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയി ഇതുപോലെ ആക്സിഡൻറ്റിൽ പറ്റി അത്യാവശ്യം സിനിമയ്ക്ക് പോകാനായിട്ട് കൊണ്ടുപോയതാണ്. രാത്രി തന്നെ വണ്ടി എത്തിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. എന്നാൽ ഇയാൾ നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന ആളാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി കൂടുതൽ തെളിവ് ശേഖരണം നടത്തും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും. കുട്ടികളുടെ ലൈസൻസ് പോലും ഇയാൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഫോണിൽ ലൈസൻസിൻ്റെ കോപ്പി കാണിച്ചു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലായത്. കാരണം മരിച്ചുപോയ ഒരു കുട്ടിയുടെ ഫോണിൽ അയാളുടെ ലൈസൻസാണ്. അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന ആളുടെ ഫോണിൽ അയാളുടെ ലൈസൻസ് കണ്ടു എന്നാണ് ഈ വാഹന ഉടമ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും പരിശോധിച്ചതിൽ നിന്ന് KSRTC ഡ്രൈവറിന്റെ ഭാഗത്ത് കുറ്റമില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഡ്രൈവറെ പ്രതി ചേർത്തിട്ടുണ്ട്. അതേസമയം വാഹനമോടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിന്റെ ലൈസൻസ് റദ്ദാക്കും. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ കഴിയുന്ന മറ്റ് 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. 24 ആലപ്പുഴ. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.